പതിവ് പോലെ പരസ്പരം പോർ വിളിക്കുകയാണ് ഇത്തവണയും ബ്രസീൽ അർജന്റീന ആരാധകർ. മെസ്സിയിലൂടെ ലോകകപ്പ് നിലനിർത്തുമെന്ന് അർജന്റീന ആരാധകർ പറയുമ്പോൾ ഇത്തവണ വിജയം മഞ്ഞപ്പടയ്ക്കൊപ്പം എന്നാണ് ബ്രസീൽ ഫാൻസിന്റെ അവകാശവാദം. തിരുവനന്തപുരം ശിങ്കാരത്തോപ്പിൽ ഇരു ടീമുകളുടെയും ആരാധകർ പരസ്പരം കണ്ടുമുട്ടിയപ്പോഴത്തെ ആവേശ കാഴ്ചകളിലേക്ക്. ഫുട്ബോളിന്റെ ആവേശം കേരളത്തിൽ മലയടിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ശിങ്കാരത്തോപ്പിലാണ്. ഇത്തവണ ബ്രസീലിനൊപ്പം ആയിരിക്കും ഫുട്ബോൾ കപ്പ്. ഇത്തവണ ബ്രസീലെ കപ്പ് അടിക്കും, ഉറപ്പാണ്. പിള്ളേരെല്ലാം ഡബിൾ സ്ട്രോങ് ആണ്. ബ്രസീൽ കപ്പ് അടിക്കും. എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു മത്സരം എങ്ങനെയാണ് കാണുന്നത്? ബ്രസീൽ കപ്പടിക്കും. ഒരു കടുത്ത വെല്ലുവിളിയായിട്ട് കാണുന്ന ടീമിനെ ഏതാ? നമുക്ക് ആരും കടുത്ത വെല്ലുവിളിയില്ല, നമ്മൾ തന്നെ ജയിക്കും. ബ്രസീൽ ഫാൻസ് അത്ര ആവേശത്തിലാണ്. അവർ ഇത്തവണ കപ്പ് അടിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ നമുക്ക് തൊട്ടടുത്ത് തന്നെ ബ്രസീലിലെ ചിരവൈരികളായിട്ടുള്ള അർജന്റീന ഫാൻസും ഉണ്ട്. അവർ നിലവിലെ ചാമ്പ്യന്മാരാണ്. ആ ആവേശം അവർക്ക് ഇപ്പോഴും ഉണ്ട്. ഇത്തവണ കപ്പ് അർജന്റീന കപ്പാണോ? ഇത്തവണ തൂക്കും, ഒരു സംശയമില്ല. ഇത്തവണ കപ്പ് തോക്കും. മെസ്സിയുടെ അവസാന ലോകകപ്പ് എന്നാണ് പറയുന്നത്. കപ്പും കൊണ്ടായിരിക്കും അടക്കം. കപ്പ് കൊണ്ടായിരിക്കണം അടക്കം. ഇത്തവണ മെസ്സി ബ്രസീലിന് കപ്പ് എന്നിട്ട് തിരിച്ചു പോകാം. ഈ വർഷം 6ാമത്തെ കപ്പ് നമ്മൾ ഉയർത്തിയിരിക്കും. ഫ്രീ ആയിട്ട് കൊടുത്ത കപ്പാണ് അർജന്റീനക്ക് കഴിഞ്ഞ വർഷം. കപ്പ് നമ്മൾ കൊടുത്താലല്ലേ അവരെടുത്തോളൂ. നമ്മൾ കൊടുക്കണ്ടേ. തീർച്ചയായും അർജന്റീന ഫാൻസ് പറയുന്ന പോലെ തന്നെ അർജന്റീന ഫാൻസ് കൊടുത്താലല്ലേ ബ്രസീൽ കപ്പെടുക്കും പറയുന്നത്. അത് തന്നെയാണ് ഫുട്ബോളിന്റെ ആവേശം. ഈ പറയുന്നത് പോലെ തന്നെ അതിന്റെ ഉച്ചസ്ഥായിലേക്ക് കടന്നിരിക്കുന്നു. തിരുവനന്തപുരത്തും ആവേശത്തിന് ഒട്ടും കുറവില്ല. അതിൽ പ്രായഭേദമന്യേ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമുള്ള ആൾക്കാർ വരെ ആ ഫുട്ബോൾ ആവേശത്തിലേക്ക് കടന്നിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും അനീഷ് ചെറുവള്ളിക്കൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.